യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വർഗത്തിൽ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് പാട്ടുപാടുന്ന രണ്ടു കൂട്ടരുടെ പാട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് വെളിപ്പാട് 4-ാം അധ്യായം 8-11 വാക്യങ്ങൾ. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ വ്യത്യസ്ത മുഖങ്ങളോട് കൂടിയ 4 ജീവികളാണ്. ഈ ജീവികളെ യെഹെസ്കേലും തൻ്റെ ദർശനങ്ങളിൽ കാണുന്നുണ്ട്. യെഹെസ്കേൽ 1:5-11 വരെ. യെഹെസ്കേൽ ഈ ജീവികളെക്കുറിച്ച് പറയുന്നത് അവർ കെരൂബുകൾ ആകുന്നു എന്ന. യെഹെസ്കേൽ 10:15-20 വാക്യങ്ങൾ. കെരൂബുകൾ ദൈവത്തെ ആരാധിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പാടിക്കൊണ്ടാണ്. ഇവർ രാപ്പകൽ വിശ്രമം കൂടാതെ പാടിക്കൊണ്ടിരിക്കുന്നു എന്ന ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ 24 മൂപ്പന്മാർ ആണ്. ഇവർ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് പാടുന്നത്: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഏതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. കെരൂബുകളും മൂപ്പന്മാരും പാടുന്ന പാട്ട് കർത്താവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ശക്തിയുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇവർ രാപ്പകൽ വിശ്രമം കൂടാതെ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട വിശ്വാസ സമൂഹത്തിൽ ഉൾപ്പെട്ടവരാണ് നാം എല്ലാവരും. കെരൂബുകളും മൂപ്പന്മാരും ദൈവത്തെ ആരാധിച്ചതുപോലെ തന്നെ നമുക്കും ദൈവത്തെ ആരാധിക്കാം. അവർ ദൈവത്തെ ആരാധിക്കുന്നതിന് ചില കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, ദൈവം പരിശുദ്ധനാണ്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. പുറപ്പാട് 15:11 മോശെ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് പാടുന്നത്: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? സങ്കീർത്തനക്കാരൻ 99:9 പറയുന്നത്: നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ അല്ലോ. അതെ, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപാകെ നമ്മളെ ഒന്നുമില്ലായ്മയെ ഓർക്കുന്ന അവസരമാണ് ആരാധന. ദൈവത്തെ ആരാധിക്കുന്ന യെശയ്യാവ് തൻ്റെ അശുദ്ധിയെ കണ്ടുകൊണ്ട് നിലവിളിക്കുന്നത്: അയ്യോ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ. യെശയ്യാവ് 6:1. തുടർന്ന് അവൻ വിശുദ്ധി അനുഭവമാക്കി. വിശുദ്ധി എന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയാണ്. വിശുദ്ധമായത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വിശുദ്ധനായി ദൈവത്തെ ആരാധിക്കുന്ന നമുക്കും വ്യത്യസ്തരായി ഈ ലോകത്തിൽ ജീവിക്കാം. 2, ദൈവം സർവശക്തനാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ പീഡനത്തിൽ ഞെരുക്കപ്പെട്ടിരുന്ന ഒരു ജനത്തിന് നൽകിയ പ്രത്യാശയുടെ ദൂതാണ് വെളിപ്പാട് പുസ്തകം. ഒരു ജാതിയും നേരിട്ടിട്ടില്ലാത്ത പീഡനമാണ് അവർ അനുഭവിച്ചത്. പീഡിപ്പിക്കപ്പെടുവാനുള്ള കാരണം ചക്രവർത്തിയെ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കണം എന്നുള്ള കൽപ്പന അനുസരിക്കുവാൻ ദൈവജനം തയ്യാറായില്ല എന്നതാണ്. എന്നാൽ സർവശക്തനായ ദൈവം തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള നിശ്ചയം അവരെ ധൈര്യപ്പെടുത്തി. പീഡനത്തിൻ്റെ മുൻപിൽ അവർ പാടി: ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. ഇന്ന് ഭാരങ്ങളും പ്രശ്നങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന നമുക്കും അവനെ ആരാധിച്ചുകൊണ്ട് ധൈര്യത്തോട് പാടാം: എൻ്റെ ദൈവം സർവശക്തനാണ്. 1, എൻ്റെ ദൈവം നിത്യനാണ്. സാമ്രാജ്യങ്ങൾ വരും പോകും, എന്നാൽ ദൈവമോ എന്നേക്കും നിലനിൽക്കും. അവൻ അൽഫയും ഒമേഗയും ആകുന്നു. അവൻ ആദിയും അന്തവും ആകുന്നു. യേശുനാമം ഇല്ലാതാക്കുവാനും ദൈവവിശ്വാസത്തെ നശിപ്പിക്കുവാനും അനേകർ ശ്രമിച്ചു. എന്നാൽ അവരൊക്കെ നശിച്ചു പോയതല്ലാതെ ദൈവവിശ്വാസത്തെ നശിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല.
അധികാരസ്ഥർ എത്ര ശത്രുത പുലർത്തിയാലും എത്ര വിപ്ലവം ഉണ്ടാക്കിയാലും ദൈവത്തെയോ ദൈവവിശ്വാസത്തെയോ നശിപ്പിക്കുവാൻ ഒരിക്കലും കഴിയില്ല. മർത്യനായ മനുഷ്യൻ എഴുന്നേൽക്കുന്നു, വീഴുന്നു, എന്നാൽ ദൈവം നിത്യനായി വാഴുന്നു. He shall reign for ever and ever. ഹല്ലേലൂയ. നമുക്കും പറയാം, ജീവനോ മരണത്തിനോ മറ്റ് യാതൊരു ശക്തിക്കോ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെയും വേർപിരിക്കുവാൻ കഴിയില്ല. 4, ദൈവം നമ്മളുടെ സൃഷ്ടിതാവാണ്. കൊലോസ്യർ 1:6 പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവർ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഞാനും നീയും അവനാൽ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ്റെ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ശക്തിക്കും നമ്മെ ഇല്ലാതാക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മെ സൃഷ്ടിച്ചത് യഹോവയായ ദൈവമാണ്. 5, അവൻ വീണ്ടും വരുന്നവനാണ്. തൻ്റെ രക്തം നൽകി സകല പാപത്തിൽ നമ്മെ വീണ്ടെടുത്ത ദൈവം അവൻ്റെ മഹത്വത്തിൽ നമ്മെയും ചേർപ്പാനായി അധിക താമസമിന്നിയെ വീണ്ടും വരും എന്ന വാഗ്ദത്ത പൂർത്തീകരണത്തിന് ഇനി അധിക കാലം ഇല്ല. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നമുക്കും പറയാം, ആമേൻ. കർത്താവായ ദൈവമേ, വേഗം വരണമേ. കർത്താവേ, നിത്യനും വിശുദ്ധനുമായ ദൈവത്തെ സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് ആരാധിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. പൊന്മുഖം കണ്ടിടുമ്പോ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും നിൻ സാന്നിധ്യത്തിൽ. ഭാഗ്യനാട്ടിൽ ശുദ്ധർ കാൺകെ വൻ പ്രിയരെ ചുംബിക്കും.